ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സോഡിയാക് അക്കാഡമി. നമ്മുടെ സോഡിയാക് എക്സാം സീരീസ്, അതായത് CDPOയുടെ സെക്കൻഡ് വീക്കിലെ യൂണിറ്റ് ടെസ്റ്റ് ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 16th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു വെബർ ദ 3 types ഓഫ് ലീഡർഷിപ്പ് ആർ: A. Rational, feudal and capitalistic. B. Feudal, traditional and charismatic. C. Legal, traditional and charismatic. D. None of the above. According to Weber, the 3 types of leadership are. വെബറിന്റെ അഭിപ്രായത്തിൽ 3 തരത്തിലുള്ള ലീഡർഷിപ്പ് ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് റാഷണൽ, ഫ്യൂഡൽ ആൻഡ് ക്യാപിറ്റലിസ്റ്റിക്. ബി ഫ്യൂഡൽ, ട്രഡീഷണൽ ആൻഡ് കാരിസ്മാറ്റിക്. സി ലീഗൽ, ട്രഡീഷണൽ ആൻഡ് കാരിസ്മാറ്റിക്. ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദ എബവ്. അപ്പോൾ ഇതിൽ എന്താണ് ഇതിന്റെ ഓപ്ഷൻ എന്നുള്ളതിൽ നമുക്ക് അതിന്റെ ഡിസ്കഷനെ കുറിച്ചൊന്ന് നോക്കാം. ട്രഡീഷണൽ അതോറിറ്റിയിൽ, ഇൻ ട്രഡീഷണൽ അതോറിറ്റി ദ ലെജിറ്റിമസി ഓഫ് ദ അതോറിറ്റി കംസ് ഫ്രം ട്രഡീഷൻ. ഇൻ കരിസ്മാറ്റിക്, കരിസ്മാറ്റിക് എന്നുള്ള കരിസ്മ എന്ന് പറയുമ്പോൾ ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഏബിൾ ടു അട്രാക്ട് ഓർ ചാം ഓർ ഇൻഫ്ലുവൻസ് ദോസ് അറൗണ്ട് യു. അതായത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ, ആർക്കാണോ നമുക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളുണ്ടല്ലോ, അവർക്ക് കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവര് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ബാക്കിയുള്ള വ്യക്തികളെ അവരുടെ പ്രത്യേകത, സംസാര രീതി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് കൊണ്ടോ ഒക്കെ മറ്റുള്ളവരെ തങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, ആകർഷിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെയാണ് നമ്മൾ കാരിസ്മാറ്റിക് എന്നുള്ള വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ട്രഡീഷനിൽ നിന്നുണ്ടാവുന്ന, കാരിസ്മാറ്റിക് എന്ന് പറയുമ്പോൾ കാരിസ്മാറ്റിക് ഫ്രം ദ പേഴ്സണാലിറ്റി ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ലീഗൽ, റാഷണൽ, ലീഗൽ, ഇത് പവറിന്റെ ഇതിൽ നിന്നും ബ്യൂറോക്രാറ്റിക്കലി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. സി ആണ് ലീഗൽ, ട്രഡീഷണൽ ആൻഡ് കാരിസ്മാറ്റിക്. ഇപ്പൊ മാക്സ് വെബറിന്റെ അഭിപ്രായത്തിൽ ലീഡർഷിപ്പ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ലീഗൽ, ട്രഡീഷണൽ ആൻഡ് charismatic ആണ്. Next question, which one of the following is not the function of social system? Which one of the following is not the function of social system? A എന്ന് പറയുന്നത് to maintain continuity, B to ensure social stability, C to help in maintaining economic self-sufficiency, and D to promote social integration. ഏതാണ് സോഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്തത്? ഇപ്പൊ സമൂഹത്തിന്റെ ഭാഗം, സമൂഹത്തിന്റെ എന്ന് പറയാൻ പറ്റില്ല, സോഷ്യൽ സിസ്റ്റത്തിന്റെ പാർട്ട് അല്ലാത്തത്. ഇപ്പൊ നമുക്കറിയാം സൊസൈറ്റി കണ്ടിന്യൂസ്ലി മൂവിങ് ആയിട്ടുള്ള ഒന്നാണ്, അതിന് എപ്പോഴും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് വൺ ഈസ് ടു മെയിൻറ്റെയിൻ കണ്ടിന്യൂറ്റി, അത് സോഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. സെക്കൻഡ് വൺ ടു എൻഷ്യൂർ സോഷ്യൽ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി സൊസൈറ്റിക്ക് അത്യാവശ്യമാണ്, സോഷ്യൽ സിസ്റ്റത്തിന് സ്റ്റെബിലിറ്റി അത്യാവശ്യമാണ്. പിന്നെ ടു ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി, ഓരോ വ്യക്തിയുടെയും എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി നോക്കാൻ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിന് കഴിയണമെന്നില്ല. ദെൻ ടു പ്രൊമോട്ട് സോഷ്യൽ ഇന്റഗ്രേഷൻ, അത് സോഷ്യൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിൽ സോഷ്യൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് സോഷ്യൽ സിസ്റ്റം? സോ ദ ആൻസർ ഈസ് സി, ടു ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി. Next, 18th question. A role may be called as the behavior of an individual which is expected by the community, the particular post assigned to an individual to be played, the contribution of the individual in innovating a culture, the performance of certain duties by an individual in his interest. A role may be called. അപ്പോൾ റോള് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വല് കമ്മ്യൂണിറ്റിയിൽ നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത്, എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ സ്റ്റാറ്റസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ കമ്മ്യൂണിറ്റി തിരിച്ച് അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യുന്ന റോളാണ്. അപ്പോൾ ആസ് ദ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ബൈ ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ്
റോൾ എന്ന് പറയുന്നത്. ഇതാണ് ഏതിന്റെ റോളിന്റെ ആൻസർ. അപ്പൊ റോൾ മേ ബി കോൾഡ് ആസ് എ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിച്ച് ഇസ് എക്സ്പെക്ടഡ് ബൈ ദ കമ്മ്യൂണിറ്റി. Next, 19th question. In a democratic society, role of a leader is not to take unilateral decision, to involve people in decision, to encourage decentralization, to decrease social tensions. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഒരു ലീഡറിന്റെ റോള്, അപ്പോൾ ഇതിൽ പറയുന്നത് ദ റോൾ ഓഫ് ലീഡർ ഈസ് നോട്ട് എന്നാണ്, അല്ലാത്തത് എന്ത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഒരു ലീഡറിന് ടു ടേക്ക് യൂണിലാറ്ററൽ ഡിസിഷൻ, ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പലപ്പോഴും കഴിഞ്ഞാൽ പോലും അത് പലപ്പോഴും എന്താണ് വിമർശനങ്ങൾക്ക് വിധേയമാകും. അപ്പൊ അതുകൊണ്ട് ടു ടേക്ക് യൂണിലാറ്ററൽ ഡിസിഷൻ അത് തെറ്റായ ഒരു ഓപ്ഷനാണ്. സെക്കൻഡ് വൺ, ടു ഇൻവോൾവ് പീപ്പിൾ ഇൻ ഡിസിഷൻ, ശരിയാണ്. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഒരു ലീഡർ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, ജനങ്ങളെ ഡിസിഷനിൽ ഭാഗമാക്കിയിരിക്കണം. എൻകറേജ് ഡീസെൻട്രലൈസേഷന് വിധേയമാക്കിയിരിക്കണം. അതിന് ലീഡറിനെയാണ് പല തട്ടുകളായിട്ട് താഴേക്ക് കൊണ്ടുപോകുന്നതിന് അതിനെ മാനേജ് ചെയ്യുന്നത് ഒരു ലീഡറാണ്. ടു ഡിക്രീസ് സോഷ്യൽ ടെൻഷൻ, സമൂഹത്തിലെ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആര് ലീഡർ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ ആയിട്ട് ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി റോൾ ഓഫ് എ ലീഡർ ഈസ് നോട്ട് ടു ടേക്ക് യൂണിലാറ്ററൽ ഡിസിഷൻ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ, നോട്ട് ടു ടേക്ക് a unilateral decision. Next, question number 20. In Indian society, who of the following usually is considered a person with low status? An office clerk, a good musician, a good painter, a university teacher. അപ്പോൾ സ്റ്റാറ്റസ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി, കാരണം നമുക്കറിയാം ഓരോ സൊസൈറ്റിയിലേക്കും നമ്മുടെ യൂണിവേഴ്സലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സൊസൈറ്റിയിലും സ്റ്റാറ്റസ് ആ സൊസൈറ്റിക്ക് അനുസൃതമായിട്ട് ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ലോ സ്റ്റാറ്റസ് ഉള്ളത് ആർക്ക്? ആൻ ഓഫീസ് ക്ലർക്ക്, എ ഗുഡ് മ്യൂസിഷ്യൻ, എ ഗുഡ് പെയിന്റർ, എ യൂണിവേഴ്സിറ്റി ടീച്ചർ. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻ ഓഫീസ് ക്ലർക്ക് ആണ്. Question number 21. In a society, conflict to norms occurs when there is deep-rooted class struggle, some norms are considered more important than others, there is no interpretation of norms, groups tends to conform to different norms. ഇതില് പ്രത്യേകിച്ചൊരു വേർഡ് നമ്മൾ പറയുന്നുണ്ട്, കൺഫോം എന്നുള്ള ഒരു വേർഡ്. അപ്പോൾ കൺഫോമിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമ്മുടെ സോഷ്യോളജിയിലുണ്ട്. കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ എ ചേഞ്ച് ഇൻ ബിഹേവിയർ ഓർ ബിലീഫ് ആസ് എ റിസൾട്ട് ഓഫ് റിയൽ ഓർ ഇമാജിൻഡ് ഗ്രൂപ്പ് പ്രഷർ. ഈ ഒരു ടേം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തോളണം. എ ചേഞ്ച് ഇൻ ബിഹേവിയർ ഓർ ബിലീഫ് ആസ് എ റിസൾട്ട് ഓഫ് റിയൽ ഓർ ഇമാജിൻഡ് ഗ്രൂപ്പ് പ്രഷർ, യഥാർത്ഥമായിട്ടോ അല്ലാത്തതോ ആയ ഇമാജിൻഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് പ്രഷർ. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു വ്യക്തി ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ മേൽ ആ ഗ്രൂപ്പ് ചെലുത്തുന്ന ഒരു പ്രഷറുണ്ട്. ആ പ്രഷറിന്റെ ഭാഗമായി ആ വ്യക്തിയുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. ദാറ്റ് ഇസ് കൺഫോമിറ്റി എന്നുള്ള ടേമാണ് പറഞ്ഞത്. സോ ദ ആൻസർ എന്ന് പറയുന്നത്, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഗ്രൂപ്പ് ടെൻസ് ടു കൺഫോം ടു ഡിഫറെന്റ് നോംസ്. In a society, conflict to norms occurs when group tends to conform to different norms. Question number 22. വീണ്ടും അടുത്ത ആ ഒരു കൺഫോം വന്നിട്ടുണ്ട്. We conform to norms for. We conform to norms for. നമ്മൾ എന്തിനാണ് ആ ഒരു ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാകുന്നു നമ്മൾ പറഞ്ഞല്ലോ. ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ആ ഗ്രൂപ്പ് പ്രഷർ കൊണ്ട്, അത് റിയൽ ആകാം ഇമാജിനറി ആകാം, ആ ഗ്രൂപ്പ് പ്രഷർ കൊണ്ട് നേരിട്ടോ അല്ലാതെയോ ആകുന്ന ഒരു ഗ്രൂപ്പ് പ്രഷറാണ്. അപ്പൊ ആ ഗ്രൂപ്പ് പ്രഷർ കൊണ്ട് ആ ഇൻഡിവിജ്വലിൽ ഉണ്ടാകുന്ന ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് കൺഫോമിറ്റി. അപ്പോൾ ആ കൺഫോം എന്ന് പറയും വി കൺഫോം ടു നോംസ് ഫോർ ഓപ്ഷൻ എ
indoctrination. B. Material benefits. C. It is a fundamental duty. And D. None of the above. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ഇൻഡോക്ട്രിനേഷൻ എന്നുള്ളത് നോക്കാം. Indoctrination means teaching someone to accept a set of beliefs without questioning them. Indoctrination refers to the process of injecting into the personality of the child the group norms, sometimes even prejudices, fears, superstitious beliefs, strong likes and dislikes are also injected into the mind of the child. ഇവിടെ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നത് we conform to norms for indoctrination ആണ്. Indoctrination means teaching someone to accept a set of beliefs without questioning them. ഒരു വിശ്വാസം ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യുകയാണ്, അത് പറയുന്ന ആള്, അതായത് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാത്ത രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുകയാണ്. പലപ്പോഴും ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുട്ടിയിലേക്ക് കുറെ നോംസ് നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പലപ്പോഴും എന്ത് ചെയ്യുന്നു, കുറെ പേടികളും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും കുറെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുട്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു, ഇൻജെക്ട് ചെയ്യിക്കുന്നു. നമ്മൾ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന കുറെ പ്രോസസ്സാണ് അത് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് ഇൻഡോക്ട്രിനേഷൻ ആണ്. വി കൺഫോം ടു നോംസ് ഫോർ ഇൻഡോക്ട്രിനേഷൻ. Question number 23. Dash are those norms that pervade the entire society. Dash are those norms that pervade the entire society. Option A, communal norms. Option B, operative norms. C, associational norms. And D, social norms. ഒരു സൊസൈറ്റിയെ പൂർണ്ണമായിട്ടും എടുക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മ്യൂണൽ നോംസ് ആണ്. സോ കമ്മ്യൂണൽ നോംസ് ആർ ദോസ് നോംസ് ദാറ്റ് പെർവേഡ് ദ എൻറ്റയർ സൊസൈറ്റി. കമ്മ്യൂണൽ നോംസ്. ആൻസർ എ ആണ്. Question number 24. Anomic means anomic, normlessness, norm strictness, norm laxity, and norms consciousness. ഓപ്ഷൻ എ ആണ്. അനോമിക് എന്ന് പറയുമ്പോൾ നോം ലെസ്നെസ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അനോമിക് മീൻസ് നോം ലെസ്നെസ്. Question number 25. Which one of the following can be treated as a sanction against a deviant person? ഇപ്പോൾ നിലവിലുള്ള റൂളിന് എതിരെയായിട്ട് ചെയ്യുന്ന, സൊസൈറ്റിക്ക് കുറെ റൂൾസ് ഉണ്ട്, ലോസ് ഉണ്ട്, അതിനെ ആരാണോ ബ്രേക്ക് ചെയ്യുന്നത്, ആരാണോ അതിനെതിരായിട്ട് നിൽക്കുന്നത്, ആ വ്യക്തിയാണ് നമ്മളിവിടെ ഡീവിയന്റ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡീവിയന്റ് പേഴ്സണെ ട്രീറ്റ് ചെയ്യുന്ന സാങ്ഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ അതിന്റെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇംപ്രിസൺമെന്റ്, പണിഷ്മെന്റ്, എലവേഷൻ ഇൻ എ സോഷ്യൽ ഫങ്ഷൻ ആൻഡ് ഡി ഈ സോഷ്യൽ ബോയ്കോട്ട്. എന്താണ് സാങ്ഷൻ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. എ സോഷ്യൽ സാങ്ഷൻ ഈസ് എ സോഷ്യൽ റിയാക്ഷൻ ഓഫ് അപ്രൂവൽ ഓർ ഡിസപ്രൂവൽ ഇൻ റെസ്പോൺസ് ടു സംവൺസ് ആക്ഷൻ. സോഷ്യൽ സാങ്ഷൻ ഈസ് എ സോഷ്യൽ റിയാക്ഷൻ ഓഫ് അപ്രൂവൽ ഓർ ഡിസപ്രൂവൽ ഇൻ റെസ്പോൺസ് ടു സംവൺസ് ആക്ഷൻ. ഇവിടെ നമുക്ക് ഒരു ഡീവിയന്റ് പേഴ്സണെതിരെ സാങ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണ്. ഇംപ്രിസൺമെന്റ് ആണ് ആൻസർ. Question number 26. Anomic arises due to, നമ്മൾ നേരത്തെ പറഞ്ഞു അനോമിക്, നോംലെസ്നെസ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ അനോമിക് arises due to normless confusion in norms, rigidity of norms, group harshness, D individual strictness. ഇവിടെ എന്താണ് നമുക്ക് നോംസ് എന്ന് നോക്കാം. They are most commonly defined as rules or expectations that are socially enforced. Norms may be prescriptive or proscriptive.
ഇവിടെ നോംസ് എന്ന് പറയുമ്പോൾ കോമൺലി നമ്മൾ അതിനെ പറയുന്ന കാര്യം ഇതാണ്, റൂൾസ് ഓർ എക്സ്പെക്ടേഷൻസ് ദാറ്റ് ആർ സോഷ്യലി എൻഫോഴ്സ്ഡ്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഓരോ വ്യക്തികളും ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറെ റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്, റൂൾസ് ഓർ എക്സ്പെക്ടേഷൻസ് ദാറ്റ് ആർ സോഷ്യലി എൻഫോഴ്സ്ഡ്. ഇതിനാണ് നോംസ് എന്ന് പറയുന്നത്. നോംസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതായത് പ്രിസ്ക്രിപ്റ്റീവും ആകാം, പ്രോസ്ക്രിപ്റ്റീവും ആകാം. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോസിറ്റീവ് ബിഹേവിയറിനെ നമ്മൾ എൻകറേജ് ചെയ്യിക്കുന്ന എന്താണോ അതാണ് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ബിഹേവിയറിനെ എൻകറേജ് അല്ല ഡിസ്കറേജ് ചെയ്യിക്കുന്നത് എന്താണോ അതാണ് പ്രോസ്ക്രിപ്റ്റീവ്. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ബിഹേവിയർ എൻകറേജ് ചെയ്യിക്കുക. മീൻസ് നമ്മൾ പറയണം ബി ഹോണസ്റ്റ്, നമ്മളൊരു കുട്ടിയോട് പറയണം എന്താണ് സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞാൽ അതവിടെ എന്തായി? പ്രിസ്ക്രിപ്റ്റീവ് ആണ്. പ്രോസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ബിഹേവിയറിനെ നമ്മൾ ഡിസ്കറേജ് ചെയ്യിക്കുകയാണ്. നെഗറ്റീവ് ബിഹേവിയർ ഡിസ്കറേജ് ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു കൊച്ചുകുട്ടിയോട് പറയാണ് ഡു നോട്ട് ചീറ്റ്, അല്ലെങ്കിൽ ഡു നോട്ട് ടെൽ ലൈസ്, നീ കള്ളം പറയരുത്, ആരെയും ചതിക്കരുത്. ഇവിടെ നെഗറ്റീവ് ബിഹേവിയറിനെ നമ്മൾ ഡിസ്കറേജ് ചെയ്യിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് പ്രോസ്ക്രിപ്റ്റീവ് ആണ്. അപ്പൊ നോംസിൽ തന്നെ പ്രിസ്ക്രിപ്റ്റീവ് നോംസും ഉണ്ട്, പ്രോസ്ക്രിപ്റ്റീവ് നോംസും ഉണ്ട്. പ്രിസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ബിഹേവിയറിനെ എൻകറേജ് ചെയ്യിക്കുന്നു. എക്സാമ്പിൾ ബി ഹോണസ്റ്റ്. പ്രോസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ബിഹേവിയറിനെ ഡിസ്കറേജ് ചെയ്യിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഡു നോട്ട് ചീറ്റ്. സോ ഇവിടെ നമുക്ക് നോംസ് അനോമിക് എറേസസ് ഡ്യൂ ടു നോംലെസ് കൺഫ്യൂഷൻ ഇൻ നോംസ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് 27. A society which achieves social unity through a complex of highly specialized roles is based on. A society which achieves social unity through a complex of highly specialized role is based on option A, dependency, B, intimate social relationship, C, mechanical solidarity, and D, organic solidarity. A society which achieves social unity through a complex of highly specialized roles is based on dependency, intimate social relationship, mechanical solidarity, and option D is organic solidarity. അപ്പൊ എന്താണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി, ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് നോക്കാം. Organic solidarity is social integration that arises out of the need of individuals for one another's services. In a society characterized by organic solidarity, there is relatively greater division of labor. ഇപ്പൊ നമ്മൾ ഓർഗാനിക് സോളിഡാരിറ്റി പറയുമ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തോളുക. ഡിവിഷൻ ഓഫ് ലേബർ വളരെ അധികമായിരിക്കും എവിടെയെന്ന് പറയുന്ന ഓർഗാനിക് സോളിഡാരിറ്റിയിൽ ഉണ്ടാവുക. ഇനി മെക്കാനിക്കൽ സോളിഡാരിറ്റി ഈസ് ദ സോഷ്യൽ ഇന്റഗ്രേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ഹു ഹാവ് കോമൺ വാല്യൂസ് ആൻഡ് ബിലീഫ്സ്. അപ്പോൾ ഒരു സോഷ്യൽ ഇന്റഗ്രേഷൻ ഉണ്ട്, മെമ്പേഴ്സ് തമ്മിലൊരു സോഷ്യൽ ഇന്റഗ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള വാല്യൂസും ബിലീഫ്സും എല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓർഗാനിക് സോളിഡാരിറ്റി ഈസ് സോഷ്യൽ ഇന്റഗ്രേഷൻ ദാറ്റ് അറൈസസ് ഔട്ട് ഓഫ് ദ നീഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫോർ വൺ അനദർ സർവീസസ്. In a society characterized by organic solidarity, there is relatively greater division of labor. Mechanical solidarity is the social integration of members of a society who have common values and beliefs. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓർഗാനിക് സോളിഡാരിറ്റി ആണ്. A society which achieves social unity through a complex of highly specialized roles is based on organic solidarity. 28. Suggestion is one of the basic principles of A, human behavior, B, class, C, socialization, and D is social process. Suggestion is one of the basic principles of.
Suggestion is the process of communicating information which has no logical or self-evident basis. Suggestion is the process of communicating information which has no logical or self-evident basis. It is devoid of rational persuasion. It may be conveyed through language, pictures, or some similar medium. Suggestion influences not only behavior with others but also one's own private and individual behavior. നമുക്കറിയാം സജഷൻസ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ സ്വയം നമ്മുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യിക്കുന്നതുകൊണ്ട്. അപ്പൊ അത് കൺവേ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ലാംഗ്വേജിലൂടെ ആവാം, പിക്ചേഴ്സിലൂടെ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയത്തിലൂടെ ആവാം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ മറ്റൊരു വ്യക്തിയുമായിട്ട് സ്ഥിരമായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നമുക്കൊരു വേർഡിന്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒരു നോട്ടം കൊണ്ട് പോലും നമുക്കൊരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സജഷൻ ആ വ്യക്തിയിലേക്ക് നമുക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്, നോക്കുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവുന്നു ഇത് എന്താണ്, പ്രശ്നമാണോ അല്ലയോ എന്നുള്ള കാര്യം അവരത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ സജഷൻ നമ്മൾ കൺവേ ചെയ്യുന്ന പല മീഡിയത്തിലൂടെ ആകാം, ലാംഗ്വേജ് ആകാം, പിക്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയത്തിലൂടെ ആവാം. അപ്പൊ സജഷൻ ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സോഷ്യലൈസേഷൻ ആണ്. ആൻസർ സി, സോഷ്യലൈസേഷൻ. സജഷൻ ഈസ് വൺ ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് socialization. Question number 29. Adjustment to a new social milieu, that is new folkways, mores and institution, is called. Adjustment to a new social milieu, that is folkways, mores and institutions, is called. Option A, adaptation. Option B, accommodation. Option C, naturalization. And option D is integration. നമ്മളൊരു പുതിയ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നു, അല്ലെങ്കിൽ പുതിയൊരു സൊസൈറ്റിയിൽ, പുതിയ സൊസൈറ്റി ചെല്ലുമ്പോൾ ആ സൊസൈറ്റിയിലുള്ള കുറെ കാര്യങ്ങളുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആകുന്നതിന്, അവിടെയുള്ള ഫോക്ക് വേസുമായിട്ടും മോർസുമായിട്ടും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റഡ് ആവുകയാണ്. അതിന് പറയുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? അഡ്ജസ്റ്റ്മെന്റ് ടു എ ന്യൂ സോഷ്യൽ മിലിയു, ദാറ്റ് ഈസ് ന്യൂ ഫോക്ക് വേസ്, മോർസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈസ് കോൾഡ്. ഓപ്ഷൻ എ അഡാപ്റ്റേഷൻ, ഓപ്ഷൻ ബി അക്കോമഡേഷൻ, ഓപ്ഷൻ സി നാച്ചുറലൈസേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഇന്റഗ്രേഷൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി, നാച്ചുറലൈസേഷൻ ആണ്. നാച്ചുറലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് to the process of allowing a foreigner who lives in one country to become a citizen of another country. അതായത് ഒരു ഫോറിനർ ഒരു രാജ്യത്ത് താമസിച്ചിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ, ഒരു രാജ്യത്തെ സിറ്റിസൺ ആണ് അയാൾ, മറ്റൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ ആ രാജ്യവുമായിട്ട് അല്ലെങ്കിൽ ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളുമായിട്ട് അയാൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നാച്ചുറലൈസേഷൻ എന്നതുകൊണ്ട് പറയുന്നത്. Term naturalization refers to the process of allowing a foreigner who lives in one country to become a citizen of another country. Question ഇതായിരുന്നു, adjustment to a new social milieu, folkways, mores and institution is called naturalization. Option C ആണ്. And question number 30. Competition results in. Competition results in emotional adjustment, emotional disturbance, physical pains, mental satisfaction. Competition. Competition എന്ന് പറയുമ്പോൾ the act or process of trying to get or win something. മത്സരം. നമുക്കറിയാം എല്ലാ സൊസൈറ്റിയിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ പറയുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു വസ്തു നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കും, ഒരു പ്രൈസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സക്സസ്, ഒരു ഹയർ ലെവൽ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദാറ്റ് someone else is also trying to get or win. അപ്പൊ നമ്മളോടൊപ്പം മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടാകും അവിടെ, അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടാവും. അപ്പോൾ ദ ആക്ട് ഓർ പ്രോസസ് ഓഫ് ട്രൈങ് ടു ഗെറ്റ് ഓർ വിൻ സംതിങ്
such as a prize or a higher level of success that someone else is also trying to get or win. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇമോഷണൽ അഡ്ജസ്റ്റ്മെന്റ് ആണോ, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണോ, ഫിസിക്കൽ പെയിൻസ് ആണോ, ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം കോമ്പറ്റീഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അപ്പോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിലെന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഒക്കെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. മറ്റേതെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിപ്പോൾ നമുക്ക് വളരെ കുറച്ച് മാത്രമാണ് ഇതിങ്ങനെ പോയിന്റ്സ് പറഞ്ഞു പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ കൂടുതൽ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. താങ്ക് യു.